ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ +2 ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 20 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 20ാമത്തെ ചാപ്റ്ററിൻ്റെ സമ്മറി ആസ് യൂഷ്വൽ അയച്ചു തരും. അത് നോക്കി എല്ലാവരും പഠിക്കണം. മലയാളം സമ്മറി എന്തിനാണ് അയക്കുന്നത് വെച്ചാൽ മലയാളത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കില്ല. പക്ഷേ കഥ എന്താണെന്ന് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മലയാളം അയക്കുന്നത്. നോട്ട് എഴുതുമ്പോൾ ഇംഗ്ലീഷ് എല്ലാതും അയക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ടിൽ എഴുതി വെക്കണം. എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതണം, വായിച്ചുകൊണ്ട് എഴുതണം. സമ്മറി എഴുതണമെങ്കിൽ സമ്മറി, ഇപ്പൊ ഉദാഹരണത്തിന് ദ സ്റ്റോറി ഈസ് അബൌട്ട് ആൻ 11-year-old ബോയ് നെയിം മുഹമ്മദ് റിയാസ് അഹമ്മദ്. അപ്പോൾ അത് എഴുതുമ്പോൾ ഈ കാര്യം കൂടി വായിച്ചിട്ട് എഴുതുക. കൂടുതൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. അത് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാനൊക്കെ കൂടുതൽ സഹായകരമാകും അങ്ങനെ എഴുതുകയാണെങ്കിൽ തന്നെ. അപ്പൊ അതിൽ ഫസ്റ്റ് പാരഗ്രാഫിലത്തെ ആദ്യത്തെ ചോദ്യം, ഹൗ വാസ് ദ നേച്ചർ ഓഫ് റിയാസ്? റിയാസിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? റിയാസ് വാസ് എ ഗുഡ് നേച്ചേർഡ് ബോയ് ഹു laughed a lot, played video games and paid attention towards his studies. He was a brave boy. റിയാസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്വഭാവത്തിന് അടിമയായിരുന്നു, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള, ധാരാളം ചിരിക്കുമായിരുന്നു. ഹി laughed a lot എന്ന് പറഞ്ഞാൽ ചിരിക്കുമായിരുന്നു. പ്ലേസ് വീഡിയോ ഗെയിം കളിക്കുമായിരുന്നു. ഫോണിലുള്ള ഗെയിം അല്ല, വീഡിയോ ഗെയിം പറഞ്ഞാൽ പണ്ട് ഈ ടിവിയിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ പെയ്ഡ് അറ്റൻഷൻ ടുവേർഡ്സ് ഹിസ് സ്റ്റഡീസ്, പഠിക്കും ചെയ്യുമായിരുന്നു. ഫുൾ ടൈം ഗെയിം അല്ല, ഗെയിം കളിക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഹി വാസ് എ ബ്രേവ് ബോയ്, നല്ലൊരു ധൈര്യശാലിയായ കുട്ടിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് റിയാസ് വാണ്ട് ടു ബി? റിയാസിന് ആരാവാനാണ് ആഗ്രഹം? എന്താവാനാണ് ആഗ്രഹം? റിയാസ് വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ ഇൻ ഫ്യൂച്ചർ. റിയാസിനൊരു ഭാവിയിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ റിയാസിന്റെ ആഗ്രഹം എന്താണ്? റിയാസ് ഒരു ഡോക്ടറായി മാറണം എന്നാണ് റിയാസിന്റെ ആഗ്രഹം. വൈ വാസ് ഷാസിയ ഇൻ ഡേഞ്ചർ? ഷാസിയ അപകടത്തിൽപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? ഷാസിയ വാസ് ഇൻ ഡേഞ്ചർ ബിക്കോസ് എ ട്രെയിൻ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ് ആൻഡ് ഹെർ ഫാദർ കുഡ് നോട്ട് റെസ്പോണ്ട് ടു റിയാസ് വാർണിംഗ്. അപ്പോൾ ഷാസിയാന്റെ ഫാദർ, ഒരു ട്രെയിൻ വരുന്നുണ്ട്, റെയിൽവേ ട്രാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് റിയാസ് എത്ര വിളിച്ചു പറഞ്ഞിട്ടും ഷാസിയാന്റെ ഫാദറിന് ഒരിക്കലും മനസ്സിലായില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേട്ടില്ല റിയാസ് ട്രെയിൻ വരുന്ന കാര്യം വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് ഷാസിയ ഡേഞ്ചറിലായത്, അപകടത്തിൽ പെടാനുള്ള കാരണം അങ്ങനെയാണ്. ഷാസിയാന്റെ ഫാദർ ട്രെയിൻ വരുന്ന വിവരം അറിഞ്ഞില്ല. ആ വിവരം റിയാസ് അറിയിക്കുന്നതും ഫാദർ അറിഞ്ഞില്ല. അങ്ങനെയാണ് ഷാസിയ എന്ന് പറഞ്ഞ പെൺകുട്ടി അപകടത്തിലായത്. വൈ വാസ് ഷാസിയാസ് ഫാദർ നോട്ട് ഏബിൾ ടു റെസ്പോണ്ട് ടു റിയാസ് വാർണിംഗ്? അപ്പൊ റിയാസ് വാർണിംഗ് കൊടുത്തു, ട്രെയിൻ വരുന്നുണ്ടെന്ന വാർണിംഗ് കൊടുത്തിട്ട് പോലും ഈ ഷാസിയന്റെ ഫാദർ അതിനെ റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ല, അതിന് പ്രതികരിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ഷാസിയാസ് ഫാദർ വാസ് ഡെഫ് ആൻഡ് മെന്റലി ചാലഞ്ച്. ഷാസിയന്റെ ഫാദർ ഡെഫ് ആണ്, അതുപോലെ മെന്റലി ചാലഞ്ചറുമാണ്, കേൾക്കാനും കഴിയില്ല അദ്ദേഹത്തിന്. അതുപോലെ മെന്റലി ചാലഞ്ച് പറഞ്ഞാൽ ഈ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ബുദ്ധിക്ക് വേണ്ടത്ര വളർച്ചയില്ലാത്ത ഒരാള്, അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് റിയാസ് വാർണിംഗ് കൊടുത്തിട്ട് വരെ അദ്ദേഹം ട്രെയിൻ വരുന്നത് മനസ്സിലാക്കാഞ്ഞത്. ഹൗ ഡിഡ് റിയാസ് സേവ് ഷാസിയ? എങ്ങനെയാണ് റിയാസ് ഷാസിയനെ രക്ഷിച്ചത്? വാട്ട് ഡിഡ് ഹി ലോസ് ഇൻ ദ പ്രോസസ്? ആ ഷാസിയനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയിൽ റിയാസിന് എന്താണ് നഷ്ടമായത്? റിയാസ് സേവ്ഡ് ഷാസിയ ബൈ പുള്ളിങ് ഹെർ ബാക്ക് ഫ്രം റെയിൽവേ ട്രാക്ക്. അപ്പൊ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന കുട്ടിയെ വലിച്ചു മാറ്റിയിട്ടാണ് റിയാസ് ആ കുട്ടിയെ രക്ഷിച്ചത്. ജസ്റ്റ് ബിഫോർ ദ ട്രെയിൻ കുഡ് റീച്ച് ഹെർ, റിയാസ് ലോസ് ഹിസ് ലെഗ് ആൻഡ് ബോത്ത് ഹിസ് ആർംസ്. അങ്ങനെ ആ ട്രെയിന് വരുന്നതിന്റെ തൊട്ട് മുന്നേ റിയാസ് ഈ കുട്ടിനെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറകേട്ട് വലിച്ച് രക്ഷിച്ചു. പക്ഷെ ആ രക്ഷിക്കുന്ന പ്രോസസ്സില് റിയാസിന് അദ്ദേഹത്തിന്റെ കാലും അതുപോലെ
കൈകളും നഷ്ടപ്പെട്ടു, കാലും കൈയും നഷ്ടപ്പെട്ടു. എ ലെഗ്, ഒരു കാലും കൈയുമാണ് നഷ്ടപ്പെട്ടത്. കാരണം റെയിൽവേ ട്രാക്കിൽ നിന്ന് രക്ഷിക്കുന്ന ഇടയിൽ ട്രെയിൻ വന്ന് തട്ടിയത് റിയാസിന്റെ മേത്തായിരിക്കാം. അങ്ങനെയാണ് റിയാസിന് നഷ്ടം വന്നത്. റിയാസിന്റെ കാലും അതുപോലെ കൈയൊക്കെ നഷ്ടം വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ഷക്കീൽ അഹമ്മദ്? ഡിഡ് ഹി പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ? ആരാണ് ഷക്കീൽ അഹമ്മദ്? അദ്ദേഹം ഒരു പ്രധാന റോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഷക്കീൽ അഹമ്മദ് വാസ് എ ഐ വിറ്റ്നസ് ഓഫ് ദ ഇൻസിഡന്റ്. അദ്ദേഹം ഒരു ദൃക്സാക്ഷിയാണ് എന്തിന്റെ, ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഷക്കീൽ അഹമ്മദ്. Yes, he played an important role by rushing the two children into a hospital. എന്ന് പറഞ്ഞാല് ഷക്കീൽ അഹമ്മദ് ഈ സംഭവം കണ്ടു നിന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ട്. അങ്ങനെ ഈ കുട്ടികൾക്ക് അപകടം പറ്റിയപ്പോൾ ആ കുട്ടികളെ 2 കുട്ടികളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാരാണ്? ഷക്കീൽ അഹമ്മദ് ആണ്. അദ്ദേഹം വളരെ ഒരു പ്രധാനപ്പെട്ട റോളാണ് ഇവിടെ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, Why was Shadranglalal Sabu awarded with National Bravery Award? അപ്പൊ എന്തിനാണ് ഷദ്രംഗലാൽ സാബു എന്ന് പറഞ്ഞ ആൾക്ക് നാഷണൽ ബ്രേവറി അവാർഡ്, ധൈര്യശാലികൾക്ക് കൊടുക്കുന്ന ഒരു നാഷണൽ അവാർഡ് കൊടുത്തത് എന്തിനാണ്? ആൻസർ, Shadranglalal Sabu was awarded with the National Bravery Award because he saved the life of 2 children when they were using a railway track. അപ്പൊ ഈ റെയിൽവേ ട്രാക്കിൽ അപകടം പറ്റിയ 2 കുട്ടികളെ രക്ഷിച്ചു എന്നുള്ള, ജീവൻ രക്ഷിച്ചതിന് ആണ് ഈ അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് ഫോർ ബ്രേവറി കിട്ടിയത്. What happened to Shadrangna's parents? അദ്ദേഹത്തിന്റെ പാരന്റ്സിന് എന്താണ് പറ്റിയത്? Shadrangna's parents died and he was adopted by Zilla Sahu Singh. അദ്ദേഹത്തിന്റെ പാരന്റ്സ് മരിച്ചുപോവുകയും അദ്ദേഹത്തെ ജില്ലാ സാഹു സിംഗ് എന്ന് പറഞ്ഞ ആള് അഡോപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ഷാത്രംഗ്നാസ് പാരന്റ്സ്? അവർക്ക് എന്താ സംഭവിച്ചത്? ഷാത്രംഗ്നാസ് പാരന്റ്സ് ഡൈഡ് ആൻഡ് ഹി വാസ് അഡോപ്റ്റഡ് ബൈ ജില്ലാ സാഹു സിംഗ്. അവർ പാരന്റ്സ് മരിച്ചുപോയും കുട്ടീനെ ജില്ലാ സാഹു സിംഗ് എന്ന് പറഞ്ഞ ആള് ദത്തെടുക്കുകയും ചെയ്തു. വാട്ട് വെർ ശത്രുഘ്നാസ് ഹോബീസ്? കുട്ടീന്റെ ഹോബീസ് എന്തൊക്കെയായിരുന്നു? ഹിസ് ഹോബീസ് ഇൻക്ലൂഡ് ഫോക്ക് പ്രോഗ്രാംസ്, ഗെയിംസ് ആൻഡ് റീഡിങ് അഡ്വഞ്ചർ സ്റ്റോറീസ്. ഇപ്പൊ ഗെയിമുകളും അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ, കഥകളൊക്കെ വായിക്കുക, ഇതൊക്കെയായിരുന്നു കുട്ടീന്റെ പ്രധാനപ്പെട്ട ഹോബികൾ. വാട്ട് ഡിഡ് ഹി വാണ്ട് ടു ബി? എന്താവാനാണ് ആഗ്രഹം? ഹി വാണ്ടഡ് ടു ബിക്കം ആൻ എഞ്ചിനീയർ. ഒരു എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ഇനി അടുത്തത് 30 to 40 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, കുറച്ച് വലുത്. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അവാർഡ് ഹാവ് ബീൻ ഗിവൺ ടു റിയാസ്? വാട്ട് ബ്രേവറി ആക്ട് ഹാഡ് ഹി ഡൺ? അപ്പൊ എന്ത് അവാർഡാണ് റിയാസിന് ലഭിച്ചത്? എന്ത് ബ്രേവറി ആക്ട് എന്ന് പറഞ്ഞാല് ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആണ് ചെയ്തത്. അതെന്താണ് റിയാസ് ചെയ്തത്? റിയാസ് ഹാവ് ബീൻ ഗിവൺ ദ സഞ്ജയ് ചോപ്ര ബ്രേവറി അവാർഡ്. റിയാസിന് കിട്ടിയ അവാർഡിന്റെ പേരാണ് സഞ്ജയ് ചോപ്ര ബ്രേവറി അവാർഡ്. He had attempted to save the life of a 4-year-old girl. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. When she was standing on the railway track and was not alert to the speedy train that had almost approached her. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന കുട്ടി ട്രെയിൻ വരുന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ കുട്ടിനെയാണ് റിയാസ് രക്ഷിച്ചത്. റിയാസ് റഷ് ചെയ്ത് ഓടിപ്പോയി ആ കുട്ടീനെ പുറകോട്ട് വലിച്ച ആ കുട്ടീന്റെ ജീവൻ രക്ഷിച്ചു. ഇത് പ്രവർത്തിക്കാണ് റിയാസിന് അവാർഡ് കിട്ടിയത്.
വാട്ട് ഗ്രേറ്റ് ക്വാളിറ്റി ഡു യു ഫൈൻഡ് ഇൻ റിയാസ് ക്യാരക്ടർ? റിയാസിന്റെ സ്വഭാവത്തിൽ എന്ത് നല്ല കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നല്ല ക്വാളിറ്റിയാണ്. റിയാസ് റിയലി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നല്ലൊരു പ്രവൃത്തിയാണ് റിയാസ് ചെയ്തത്. ദിസ് ഈസ് ഹിസ് നേച്ചർ ലീഡ് ടു ഹിം ടു സേവ് എ ഗേൾസ് ലൈഫ്. അവന്റെ ആ സ്വഭാവമാണ് ആ കുട്ടീന്റെ ജീവൻ രക്ഷിച്ചത്. അവനിത് കുട്ടീന്റെ നേരക്ക് ട്രെയിൻ വരുന്ന കണ്ടിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് രക്ഷിക്കാതെ ഇരിക്കുകയല്ല ചെയ്തത്, മറിച്ച് സ്വന്തം ജീവനെക്കാട്ടിയും കൂടുതൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. റിയാസ് വാസ് നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ്, ബട്ട് ഹി ഹാഡ് ഷോൺ ആൻ എക്സ്ട്രാ ഓർഡിനറി കറേജ്. റിയാസ് ഒരു അസാധാരണമായ ഒരു കുട്ടിയല്ല, പക്ഷേ അസാധാരണമായ ഒരു ധൈര്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഹി ഹാഡ് ജോയ്ഫുൾ ഫീച്ചേഴ്സ്. സന്തോഷമുള്ളൊരു കുട്ടി. ഹി ലോഫ്ഡ് ആൻഡ് പ്ലേഡ് എ ലോട്ട്. ധാരാളം ചിരിക്കുകയും ധാരാളം കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഹി വാസ് എ ബോയ് വിത്ത് ക്വാളിറ്റി ഓഫ് സെൽഫ്ലെസ്നെസ്. He lost his arms and limbs. ഈ കുട്ടിനെ രക്ഷിക്കുന്ന ദൗത്യത്തിന്റെ ഇടയിൽ റിയാസിന് സ്വന്തം കാലും കൈയും ഒക്കെ നഷ്ടപ്പെട്ടു. Still then he is not his courageous nature. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും റിയാസ് ഈ ഒരു ധൈര്യം ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതായത് കൈ പോയി വിചാരിച്ചിട്ട് വീണ്ടും അങ്ങനെ ഒരു സന്ദർഭം വന്ന റിയാസ് വീണ്ടും ഇറങ്ങും എന്നാണ്. He had shown his engineering skill by repairing electronic item at home. He wanted to become a doctor. റിയാസിന്റെ എഞ്ചിനീയറിംഗ് സ്കില്ലുകളൊക്കെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നേരാക്കി കാണിക്കാറുണ്ട്. പക്ഷെ റിയാസിന് ഒരു ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are all in award winning children have same similarities? അവാർഡ് ജേതാക്കളായ കുട്ടികൾക്ക് പൊതുവായിട്ട് കാണുന്ന ഒരു ക്വാളിറ്റി എന്തൊക്കെയാണ്? There are some similarities in 6 awardees. ഈ 6 അവാർഡ് ജേതാക്കളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഈ അവാർഡ് ജേതാക്കളായ 6 കുട്ടികളും ചെറിയ കുടുംബങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽ ജീവിക്കുകയും അതുപോലെ തന്നെ ആർ നോട്ട് സോ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്. ഓൾ ഓഫ് ദം ഡിഡ് ദെയർ ആക്ട് ബ്രേവ്സ് ഇൻ കോഴ്സ് ഓഫ് ദെയർ ഡെയിലി ലൈഫ്. അപ്പോൾ ധൈര്യം പ്രകടമാക്കാൻ കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ധൈര്യം ഉപയോഗിച്ച് എല്ലാം രക്ഷിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. ഇറ്റ് ഷോസ് ദെയർ പ്രസൻസ് ഓഫ് മൈൻഡ്, ആക്റ്റീവ്നെസ് ആൻഡ് അലേർട്ട്നെസ്. അവരെ ആ ഒരു ഉഷാറ് ഒക്കെയാണ് ഇവിടെ പ്രകടമാവുന്നത്. ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്. അതേപോലെ അലേർട്ടാണ്. എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അത്രയും അലേർട്ടായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അവര്. ദേ ഡിഡ് നോട്ട് പെർഫോം ദ ടാസ്ക് ഓഫ് എ ബ്രേവറി ആൻഡ് സെൽഫിഷ്ലി. അവര് സെൽഫിഷായിട്ട് അങ്ങനെയൊന്നുമല്ല, അവർ അത്രയും രക്ഷിക്കാനുള്ള മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവരെപ്പോഴും നടത്തിയത്. വൺ മോർ striking common features in all them was they are not afraid of death. അവരാരും തന്നെ മരണത്തെ ഭയക്കുന്നവരല്ല. അത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ ഇതിലുണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ 9746006166 എന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാം. താങ്ക് യു.